നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഒരുപാട് ടീം അംഗങ്ങൾ നമ്മുടെ കൂടെ സ്റ്റാഫായിട്ട് പെർഫോം ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവരെ ഒന്ന് അടുത്തറിയുക എന്നുള്ള രീതിയിൽ പല സംരംഭകരും ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണ്. കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റി, സെയിൽസ്, റവന്യൂ, അവരുടെ വളർച്ച, ഈ സക്സസ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ ഈ നമ്മുടെ ടീമംഗങ്ങളെ മനസ്സിലാക്കുന്ന ആ ഒരു ആഴത്തിലും വലിപ്പത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അതൊരു എമ്പതി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥാനത്ത് നമ്മൾ ഇരുന്നുകൊണ്ട് അയാളെക്കുറിച്ച് ആലോചിക്കുക. അയാളുടെ ഫീലിങ്സ് എന്താണ്, അയാൾ എന്തൊക്കെയാണ് പ്രൊഫഷണലി അയാളുടെ ചാലഞ്ചുകൾ, വെല്ലുവിളികൾ, അയാളുടെ പേഴ്സണൽ ചാലഞ്ചുകൾ, അതുപോലെ തന്നെ കുടുംബപരമായ ചാലഞ്ചുകൾ, അയാളുടെ സാമ്പത്തികമായ ചാലഞ്ചുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ, അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ അയാളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണ്. ചിലപ്പോൾ അയാളുടെ സാലറി ഹൈക്കായിരിക്കും, സാലറി റിവിഷൻ ആയിരിക്കും, ഒരു ഇൻസെൻറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് നമ്മളൊരു സന്ദർശനമായിരിക്കും, അയാളൊരു പാർട്ടിക്ക് വിളിച്ച് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അയാൾക്കൊരു പിക്നിക് ആയിരിക്കും, അയാൾ കൂടെ ഒന്നിച്ചൊരു ഭക്ഷണമായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ സ്ഥാപനത്തിലൊരു റെക്കഗ്നിഷൻ ആയിരിക്കും, ടീമിലൊരു അപ്രിഷിയേഷൻ ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ചാലഞ്ചുകൾ ഉണ്ടാവും. ഈ രണ്ടിനെയും വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കയ്യിലെടുക്കാനും അയാളെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അയാളുടെ എല്ലാ പൊട്ടൻഷ്യലും പ്രൊഡക്റ്റീവായിട്ട് അയാൾക്കും കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിനും ഗുണകരമാക്കാനും എളുപ്പം സാധിക്കുമെന്നതാണ്.